മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 കൊരിന്തോസ് 15:45, 1 Corinthians chapter 15 verse 45, ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. ബൈബിൾ പ്രകാരം മനുഷ്യജാതിയെ 2 വ്യക്തികളുടെ സ്വഭാവക്കാരും പിന്തുടർച്ചക്കാരുമായി തരംതിരിക്കുക. ആദാമിന്റെ മക്കളും ഈശോയിലൂടെ പുതുജന്മം പ്രാപിച്ചവരും. ആദം ദൈവസംസർഗം ഉപേക്ഷിച്ച് ജീവിച്ചു. പിൻതലമുറകൾ ദൈവസംസർഗമില്ലാത്തവരായി തീർന്നു. അവരെ പുനരധിവസിപ്പിക്കുവാൻ ഈശോ ആത്മാവായി ജീവിച്ചു പ്രവർത്തിക്കുന്നു. ഈശോ മറ്റുള്ളവരെ ജീവിപ്പിക്കുന്ന ആത്മാവായി ഇന്ന് നമ്മോടുകൂടിയുണ്ട്. ഈശോയുടെ ജീവിക്കുന്ന ആത്മാവ് ആരിലൊക്കെ അധിവസിക്കുന്നോ അവർ ആദം നഷ്ടപ്പെടുത്തിയ ഉന്നത പദവിയിലേക്ക് കൃപയാൽ പ്രവേശിക്കുകയാണ്. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. സകല ചരാചരങ്ങളെയും ഭരിക്കുവാനുള്ള ശക്തി സൃഷ്ടിപ്പിന്റെ സമയം ദൈവം മനുഷ്യന് കൊടുത്തു. എന്നാൽ അവനെ തന്നെ ഭരിക്കുവാനുള്ള കഴിവ് കൊടുത്തില്ല. അവൻ ദൈവത്തിന്റെ ഭരണത്തിന് കീഴായിരിക്കണമെന്ന് ദൈവം ഉദ്ദേശിച്ചു. പക്ഷെ ആദം ദൈവഭരണത്തെ എതിർത്ത് സ്വയം ദൈവത്തെ പോലെ ആകുവാൻ ശ്രമിച്ചു. ദൈവത്തെ ഉപേക്ഷിച്ച് സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ പ്രാകൃത സ്വഭാവമുള്ളവനാണ്. ഈ നിലയിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിക്കുവാനായി ഈശോ ഉയർത്തെഴുന്നേറ്റ ആത്മാവായി ജീവിച്ചു പ്രവർത്തിക്കുന്നു. കർത്താവായ ഈശോ മനുഷ്യനായി ലോകചരിത്രത്തിലേക്ക് പ്രവേശിച്ചതുപോലെ ജീവിക്കുന്ന ആത്മാവായ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈശോ ഒരാളിൽ വസിക്കുമ്പോൾ അയാൾ പുതിയ സൃഷ്ടിയായിത്തീരും. അപ്പോൾ സ്വഭാവത്തിലും മുഖഭാവത്തിലും വ്യത്യാസമുണ്ടാകും. ഒരു ക്രൈസ്തവൻ സ്വയം ക്രിസ്തുവിന്റെ നിയന്ത്രണത്തിനായി സമർപ്പിക്കുന്നവനാണ്. കർത്താവിന്റെ മനസ്സ് നമ്മിൽ വസിക്കുമെന്ന് വിശ്വസിക്കുകയും അതിനായി സ്വയം സമർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നാം പുതിയ സൃഷ്ടികളായി മാറും. വൈദ്യുതി പ്രവേശിക്കുമ്പോൾ ബൾബ് പ്രകാശിക്കും. ഈശോയുടെ ആത്മാവ് നമ്മിൽ വരുമ്പോൾ നാം ശോഭിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.